പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമ ആപ്ലിക്കേഷനായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. നമ്മളിത് പത്രത്തിൽ വായിക്കുകയുണ്ടായി. ഞായറാഴ്ചത്തെ നീറ്റ് UG പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര IT മന്ത്രാലയം തിങ്കളാഴ്ച വരെ ടെലിഗ്രാം ആപ്പിൻ്റെ പ്രവർത്തനം തടഞ്ഞത്. ചോദ്യചോർച്ച സംബന്ധിച്ച വ്യാജ പ്രചരണവും തട്ടിപ്പും തടയുവാനായിട്ടുള്ള നടപടിയെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. എന്നാൽ ഇത് വെറും കേന്ദ്ര സർക്കാരിൻ്റെ മുഖം രക്ഷിക്കൽ പരിപാടി മാത്രമാണെന്ന് പല കോണുകളിൽ നിന്നും വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. കാരണം ചോദ്യചോർച്ച തടയാനാകാതെ വന്നപ്പോൾ പകരം ടെലിഗ്രാമിനെ പൂട്ടിയെന്നാണ് പലരും പറയുന്നത്. ഒപ്പം CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഭയന്നിട്ടാണ് ഇതെന്നും വേറെ ചിലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ CBSEയുടെ ഉത്തരക്കടലാസുകളിലെ മൂല്യനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തെയും അതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളെ അഴിമതിയും ലോകത്തിന് വെളിപ്പെടുത്തിയ +2 ബാലനായിട്ടുള്ള സാർത്ഥക് സിദ്ധാന്ത് ഇത് അഭിപ്രായമാണ് പറഞ്ഞത്. പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വരികയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുമുണ്ടായി. ഭയമൂലം വിയോജിപ്പിൻ്റെ ശബ്ദമുയർത്തുന്ന എല്ലാ മാധ്യമങ്ങളും അടച്ചു പൂട്ടുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അവസാനം കേന്ദ്ര സർക്കാരും ഭയപ്പെട്ടു തുടങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, നിരവധി ഭയങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ലോകം സാങ്കേതികമായിട്ട് വളർന്നു, പക്ഷെ മനുഷ്യൻ്റെ ഭയം കുറഞ്ഞിട്ടില്ല. പലവിധ ഭയങ്ങൾ നമുക്കുണ്ട്. പരാജയ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, രോഗഭയം, മരണഭയം, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭയം, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം, കുടുംബ ബന്ധങ്ങൾ തകരുമോ എന്ന ഭയം, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള ഭയം, അനീതിക്കെതിരെ പ്രതികരിക്കുവാനായിട്ടുള്ള ഭയം, യുദ്ധഭയം, യുദ്ധഭീതി ഇനിയും അവസാനിച്ചിട്ടില്ല. എല്ലാവരും ഭയമാണ്. ഇവയൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്തുന്നു, നമ്മെ തളർത്തുന്നു. ഭയം തിന്മയുടെ ആയുധമാണ്. എന്നാൽ ധൈര്യം എന്നത് ദൈവാശ്രയ ബോധത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അടയാളമാണ്. വിശുദ്ധ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ 365 തവണ ഭയപ്പെടേണ്ടെന്ന വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് 365 ദിവസം ദൈവം നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ടതെന്ന്. നിരവധി തവണ ആവർത്തി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഭയപ്പെടേണ്ടെന്ന ഈ വാക്ക്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരേപോലെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് കൂടെയല്ലാതെ എന്തിനേയും ഭരിക്കുന്നത് ഭയമാണ്. ബൈബിൾ അവതരിപ്പിക്കുന്ന ആദ്യ ഭയം ആദ്യ മാതാപിതാക്കളുടേതാണ്. ഉൽപ്പത്തി 3:1 മുതൽ 24 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്യന്തം ആനന്ദത്തിൽ കഴിഞ്ഞിരുന്ന അവർ പാപം ചെയ്തത് ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ ഭയം അവരെ പിടികൂടി. അവർ ഭയപ്പെട്ട് ദൈവത്തിന് മുന്നിൽ നിന്നും മാറി മരത്തിൻ്റെ പിന്നിലൊളിച്ചു. അങ്ങനെ പാപമാണ് ഭയം കൊണ്ടുവന്ന് പറയാം. സൃഷ്ടിയുടെ മകുടമായിരുന്ന മനുഷ്യൻ സൃഷ്ടജാലങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നിട്ട് മനുഷ്യൻ എന്തിനേയും ഭയപ്പെട്ടു തുടങ്ങിയത് ആദ്യ പാപം മുതലാണ്. പാപത്തിൻ്റെ ഫലമായി ഭയവും മരണവും ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഭയത്തെക്കുറിച്ചാണ് ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. 3 തവണ ഈശോ ആവർത്തിച്ച ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭയപ്പെടേണ്ടെന്ന്, ഭയമില്ലാതെ സാക്ഷി നൽകുവാൻ അവിടുന്ന് പറയുന്നു. നമ്മുടെ തലയിലെ മുടിനാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നെന്ന്, നമ്മൾ കുരുവികളെക്കാൾ വിലയുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു 2 തരം ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഭയവും, രണ്ടാമത്തത് ദൈവഭയവും. ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യേശു ഉറപ്പ് തരുന്നു. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരാണവർ. അതിനാൽ ഭയപ്പെടേണ്ട എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന് കൂടി ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായി 10:28 നമ്മൾ വായിക്കുന്നത്, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ. ദൈവഭയം എന്നത് യഥാർത്ഥ മതജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ദൈവ
വചനത്തോട് വിധേയത്വം പുലർത്തുന്നതും ദൈവകൽപ്പനകൾ പാലിക്കുന്നതും ദൈവത്തെ സേവിക്കുന്നതും ദൈവം കാട്ടിത്തരുന്ന പാതയിലൂടെ നടക്കുന്നതുമെല്ലാം ദൈവഭയത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നമ്മൾ ഇപ്രകാരം വിശുദ്ധ ബൈബിൾ വായിക്കുന്ന സുഭാഷിതം 1:7 ജോബ് 28:28 സങ്കീർത്തനം 111:10. അതായത് ദൈവഭയമാണ് ഏറ്റവും വലിയ ജ്ഞാനം. അതുപോലെ തന്നെ തിന്മയിൽ നിന്നും അകന്നു നിൽക്കുന്നതും ദൈവഭയത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ദൈവഭയമുള്ളവൻ എന്നത് ഒരു മനുഷ്യന് ലഭിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല വിശേഷണങ്ങളൊന്നാണ്. അങ്ങനെയുള്ളവരെയാണ് ബൈബിൾ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആയതിനാൽ ഭയത്തേക്കാൾ അധികമായി ദൈവഭയത്താൽ നിറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാം വായനയിൽ ജെറമ്യ പ്രവാചകനോട് ഭയപ്പെടാതെ പ്രവചിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇസ്രായേൽ ചരിത്രത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ജെറമ്യ പ്രവാചകൻ. ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ BC 626 ആണ്ടിൽ പ്രവാചക ദൗത്യം ഏറ്റെടുത്തയാൾ. ദൈവഭയമില്ലാത്ത യഹൂദ ജനം വിഗ്രഹ ആരാധനയിലും അനീതിയിലും വേശ്യവൃത്തിയിലും ദരിദ്ര പീഡനത്തിലും അധികാര പ്രീതിയിലും ജീവിതം നയിച്ചപ്പോൾ അനുദപിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശം അവർക്ക് നൽകുവാനാണ് ദൈവം ജെറമ്യയെ തിരഞ്ഞെടുത്തത്. അതായത് ബാബിലോൺ രാജാവായിട്ടുള്ള നെബൂഖദ്നേസർ യൂദായ കീഴടക്കുമെന്ന് ജെറമ്യ മുന്നറിയിപ്പ് നൽകി. ദൈവഭയമില്ലാത്ത സെദക്കിയ രാജാവും ജനങ്ങളും പക്ഷേ അത് ചെവിക്കൊണ്ടില്ല. തത്ഫലമായിട്ട് ആ ദുരന്തം വന്നു ചേർന്നു. യഹൂദർ 60 വർഷം ബാബിലോണിൽ വിപ്രവാസികളായിട്ട് കഴിയേണ്ടി വന്നു. ദൈവം ജെറമ്യ പ്രവാചകനെ തിരഞ്ഞെടുത്തപ്പോൾ താൻ കേവലം ഒരു ബാലനെന്ന് അവൻ പറഞ്ഞു. ഭയപ്പെട്ടുകൊണ്ട് ജെറമ്യ പ്രവാചകൻ ഒഴിഞ്ഞുമാറുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം ജെറമ്യയെ ശക്തിപ്പെടുത്തി. യഹൂദർക്കെതിരെ പ്രവചിക്കുവാൻ പറഞ്ഞുകൊണ്ട് അയക്കുകയാണുണ്ടായത്. എന്നാൽ പിന്നീട് ജെറമ്യയ്ക്ക് തിക്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. അവർ ജെറമ്യയെ കല്ലെറിഞ്ഞു, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ജയിലടച്ചു, ചാട്ടുകൊണ്ടടിച്ച്, ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ചു. പക്ഷേ ഭയമില്ലാതെ അവർക്കെതിരെ ജെറമ്യ പ്രവചിച്ചു. വീരയോദ്ധാവായിട്ട് ദൈവം തൻ്റെ പക്ഷത്തുണ്ടെന്നുള്ള ജെറമ്യ പ്രവാചകൻ്റെ വലിയ പ്രത്യാശ ഇന്നത്തെ ഒന്നാം വായനയിൽ നമുക്ക് വായിച്ചു കേൾക്കുവാനായിട്ട് സാധിക്കും. ഭയമില്ലാതെ ദൈവത്തിൻ്റെ കരുതൽ നീങ്ങിയ ജെറമ്യ പ്രവാചകൻ അങ്ങനെ ഇസ്രായേലിലെ ഒരു വലിയ പ്രവാചകനായിട്ട് മാറുകയുണ്ടായത്. രക്ഷാകര ചരിത്രത്തിൽ പങ്കാളിയാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയോടും ഗബ്രിയേൽ മാലാഖ ആദ്യം പറഞ്ഞ വാക്കുകളും ഭയപ്പെടേണ്ടെന്നതായിരുന്നു. ലൂക്ക 1:30 നമ്മൾ വായിക്കുന്നു, ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. തുടർന്ന് പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നു. തത്ഫലമായിട്ട് ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള വലിയ ഭാഗ്യം ലഭിക്കുകയാണ്. നമുക്ക് നിരവധിയായിട്ടുള്ള ഭയങ്ങളുണ്ട്. തീർച്ചയായും ഇന്ന് മലയാളമായി നമ്മുടെ ഏറ്റവും വലിയ ഭയം നായ്ക്കളെയാണ്. നിരവധി കുട്ടികളെയാണ് നായ്ക്കൾ ഈ കഴിഞ്ഞ നാളിൽ കടിച്ചത്. അതിൽ ചില കുട്ടികൾ മരിക്കുകയുമുണ്ടായി. വീണ്ടും മറ്റൊരു ഭയമാണ് വന്യമൃഗങ്ങളുടെ ഭയം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങൾ അതിന് തെളിവാണ്. അതിൻ്റെ കൂടെ നമുക്ക് പലവിധ ഭയങ്ങളുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഭയങ്ങൾ, മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ സാധിക്കാത്ത ഭയങ്ങൾ. എന്നാൽ യേശു പറയുകയാണ്, ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സെഹേൻ മാളികയിൽ ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ പൂർവാധികം ശക്തി പ്രാപിച്ചു. അവർ ഇറങ്ങിത്തിരിച്ചു, ലേശം പോലും ഭയമില്ലാതെ. അതുകൊണ്ട് തന്നെയാണ് സഭ വളർന്നത്. അവർ ആത്മാവിനെ സ്വീകരിച്ച് അതേ ഭയത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ, തുടർന്നുവെങ്കിൽ സഭ ഒരിക്കലും വളരുകയില്ലെന്ന്. പക്ഷേ അവർ ഇറങ്ങി പുറപ്പെട്ടു. അവർക്ക് ലഭിച്ച തീ മറ്റുള്ളവർക്ക് പകർന്നു നൽകി. അതുകൊണ്ട് തന്നെയാണ് 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും സഭ നിലകൊള്ളുന്നത്. നിരവധി വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വസ്തുത മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ സ്ഥാനാരോഹണ ദിനത്തിൽ ലോകത്തോട് പറഞ്ഞ ആദ്യ വാക്കുകൾ ഇതായിരുന്നു: ഡു നോട്ട് ബി എഫ്രൈഡ്, ഓപ്പൺ വൈഡ് ദ ഡോർസ് ടു ക്രൈസ്റ്റ്. ഭയപ്പെടേണ്ട, ക്രിസ്തുവിന് ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക. കമ്മ്യൂണിസം, യുദ്ധങ്ങൾ, ഭീകരത എന്നിവയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് പോലും അദ്ദേഹം ഭയത്തിന് അടിമയായില്ല. കാരണം വിശ്വാസം ഭയത്തെക്കാൾ വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭയമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതൊരു
വെല്ലുവിളിയായിട്ട് നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഓർക്കുക, ധൈര്യമെന്നത് ദൈവാശ്രയബോധത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അടയാളമാണ്. ഒപ്പം അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ഭയങ്ങളെയും ഉത്കണ്ഠകളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വചനം അനുദിനം ആവർത്തിച്ചുകൊണ്ട് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാം. ഏശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായിട്ടുള്ള വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വചനം വീണ്ടും നമുക്ക് ഓർക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായിട്ടുള്ള വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.